പിന്നെ അധിക നേരം ജാനി അവിടെ നിന്നില്ല. അവൾ മുറിയിലേക്ക് പോയി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കിടന്നു. ലൈറ്റുകൾ ഓഫ് ചെയ്തതും അവൾക്ക് എന്തോ ഭയം തോന്നി. പുതപ്പെടുത്ത് തല വഴി മൂടിക്കിടന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തെ പുലുകി. കുറച്ചു സമയത്തിന് ശേഷം തൊട്ടടുത്ത് ആരോ കിടക്കുന്നത് പോലെ തോന്നിയതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. തൊട്ടടുത്ത് കണ്ണുകൾ അടച്ചു കിടക്കുന്ന മയൂരിനെ കണ്ടതും അവൾ കട്ടിലിൽ നിന്നും ചാടി ഇറങ്ങി അലറി വിളിച്ചു. എന്തിനാ എൻ്റെ ഭാര്യയെ ഇങ്ങനെ അലറി വിളിക്കണത്? നീ മറന്നുപോയോ? ഈ റൂം മുഴുവൻ സൗണ്ട് പ്രൂഫാണ്. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. പിന്നെ ഇത്രമാത്രം അലറി വിളിക്കാൻ? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. നിന്റെ വിരൽത്തുമ്പിൽ പോലും ഒന്നും തൊട്ടിട്ടില്ലല്ലോ. അവൻ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടതും അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മറുപടിയൊന്നും പറയാതെ അവൾ നിന്നു. ഓർമ്മയില്ലാത്ത സമയത്ത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി, അത് സത്യമാണ്. എന്ന് കരുതി ഞാൻ ഇപ്പോൾ തന്നെ ഉപദ്രവിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? താൻ എന്നെ അങ്ങനെയാണോ കാണുന്നത്? മയൂർ അവളെ നോക്കി ദയനീയമായി ചോദിച്ചു. അറിയില്ല എനിക്ക്. നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ആരെയും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ അവൾ വർദ്ധിച്ച സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കേ ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പോയി ഡോറ് തുറന്നു. ഡോറിൻ്റെ പുറത്ത് ഇളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മെറിനും തമ്പുരുവും. നീ ഉറങ്ങിയോ ജാനി? ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ. ഹൽദി കഴിയുന്നതിന് മുമ്പ് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് കിട്ടി. എബിച്ചായനും വന്നിട്ടുണ്ട്. താഴെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. മെറിൻ്റെ വാക്കുകൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ നിൽക്കുകയായിരുന്നു ജാനി. അപ്പോൾ എന്തു പറ്റി എൻ്റെ മാത്സ് ടീച്ചറെ? എർത്തടിച്ചതുപോലെയാണല്ലോ നിൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജാനിയെ മറികടന്ന് മുറിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ കട്ടിലിൽ മലർന്നു കിടക്കുന്ന മയൂരിനെ കണ്ടതും തമ്പുരുവിൻ്റെയും മെറിൻ്റെയും കണ്ണ് തള്ളിപ്പോയി. മയൂർ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. വെറുതെയല്ല ടീച്ചർക്ക് കരണ്ടടിച്ചത്, മെറിൻ ചിന്തിച്ചു. ഞാനേ എൻ്റെ ബാഗ് എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് മെറിൻ അവളുടെ ബാഗ് തിരയാൻ പോയി. മയൂരിനും എന്തോ ഒരു ചമ്മൽ പോലെ തോന്നി. ഞാനും ഇപ്പോൾ വന്നതേ ഉള്ളൂ, അവനും ചമ്മലോടെ വിക്കിക്കൊണ്ട് പറഞ്ഞു. ബാഗ് തിരഞ്ഞ് കണ്ടുപിടിച്ചതും അവൾ ഞാൻ പോട്ടെ സാറേ, സോറി എന്ന് പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങി. പോകും വഴിക്ക് തമ്പുരുവിനോടായി പറഞ്ഞു. ഞാൻ മയൂരിയുടെ മുറിയിലാണ് കിടക്കുന്നത്. മോള് വേണമെങ്കിൽ ഞങ്ങളുടെ മുറിയിൽ വന്ന് കിടന്നോ. വെറുതെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നാണത്തോടെ അവൾ തമ്പുരുവിനോടായി പറഞ്ഞു. മെറിൻ ചേച്ചി പോയിക്കോ, ഞാനിന്ന് ഇവിടെ തന്നെ കിടക്കും. അതെൻ്റെ ഒരു വാശിയാ, തമ്പുരു ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മെറിൻ ജാനിയെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചതിന് ശേഷം അവൾ ആ മുറി വിട്ടുപോയി. ജാനി അപ്പോഴും കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നുവല്ലേ രണ്ടുപേരുടെയും ഉദ്ദേശം? മറ്റുള്ളവരുടെ മുന്നിൽ ശത്രുക്കളെ പോലെ അഭിനയിച്ച് എല്ലാവരും അവിടെ ഹൽദി ആഘോഷിക്കുമ്പോൾ ഇവിടെ രണ്ടുപേരും കൂടി എന്താഘോഷിക്കാനാ പ്ലാൻ ചെയ്യുകയായിരുന്നത്? തമ്പുരു അല്പം ഗൗരവത്തോടെ ചോദിച്ചു. തമ്പുരു! ജാനി ദേഷ്യത്തോടെ തുള്ളിക്കൊണ്ട് വിളിച്ചു. എൻ്റെ മുമ്പിൽ കിടന്ന് വെറുതെ തുള്ളണ്ട. മനസ്സിലെ ഉദ്ദേശങ്ങൾ നടക്കില്ല എന്നറിഞ്ഞപ്പോഴുള്ള ദേഷ്യല്ലേ ഇത്? ഇന്ന് നിങ്ങളുടെ ഒരു ഉദ്ദേശങ്ങളും ഞാൻ നടത്തില്ല. ഞാനേ ഇന്ന് എൻ്റെ അച്ഛൻ്റെയും ചേച്ചിയമ്മയുടെയും നടുവിലായി കിടന്നുറങ്ങാനാ തീരുമാനിച്ചിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് ചാടി കയറി കിടന്നു. അതും കൂടെ കണ്ടപ്പോൾ ജാനിക്ക് ദേഷ്യം ഇരട്ടിയായി. അവൾ ചവിട്ടി തുള്ളിക്കൊണ്ട് അവിടെ അടുത്ത് കിടന്ന ഒരു സോഫയിൽ പോയിരുന്നു. അപ്പോഴേക്കും ചേച്ചിയമ്മ പിണങ്ങിയോ? എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്ന് കൊഞ്ചാൻ എനിക്കും മോഹമുണ്ടാകില്ലേ? തമ്പുരു പരിഭവം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചോടാ, ഇത്ര വലിയ ആഗ്രഹം എൻ്റെ മോൾക്കുണ്ടായിരുന്ന കാര്യം ഈ അച്ഛൻ അറിഞ്ഞില്ലല്ലോ മോളെ. എന്തു വില കൊടുത്തും നിന്റെ അച്ഛൻ നിന്റെ ഈ ആഗ്രഹം നടത്തി തരും. ജാനിയെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു. അപ്പോഴേക്കും വർദ്ധിച്ച ദേഷ്യത്തോടെ കണ്ണുകൾ ഉരുട്ടി അവരെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ജാനി. അച്ഛാ, അച്ഛൻ്റെ ഭാര്യയുടെ നോട്ടം അത്ര ശരിയല്ല. അധികം ഡയലോഗടി വേണ്ട.
ചിലപ്പോൾ ഭദ്രകാളി തുള്ളിക്കൊണ്ടുവരും. ഇപ്പോൾ തന്നെ ഒരു ലക്ക് കട്ട മട്ടിലാണ് ചേച്ചിയുടെ നിപ്പ്. അവൻ കേൾക്കാൻ മാത്രം പാകത്തിന് തമ്പുരു പറഞ്ഞു. ശരിയാ മോളെ, ഒരു വാളെടുത്തു കൊടുത്താൽ ചിലപ്പോൾ അവൾ കിടന്ന് തുള്ളും. ഏതായാലും അധികം അവളോട് സംസാരിക്കാൻ പോകാത്തതാണ് നമുക്ക് രണ്ടു പേർക്കും നല്ലത് എന്ന് ജാനിയെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. ജാനിയുടെ തുറിച്ചു നോട്ടം സഹിക്കാൻ കഴിയാതെ തമ്പുരു പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു. പൊട്ടി കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ, മാപ്പു തരൂ. കുടിച്ച് ലെക്ക് കെട്ട് ബാത്റൂമിലിരുന്ന് ഉറക്കെ പാട്ടുപാടി കരയുകയാണ് ശ്രീജിത്ത്. അയാളുടെ ബോധം തിരിച്ചു വരാൻ വേണ്ടി ഭവ്യ വെള്ളം കോരി തലയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. എൻ്റെ ലക്ഷ്മി മാപ്പ്, മകളെ മാപ്പ്. എൻ്റെ ജാനിക്കുട്ടി, ഈ മഹാപാപിയായ അച്ഛനോട് ക്ഷമിക്കുമോളെ. തമ്പുരുമോളെ, ഈ മുത്തച്ഛനോട് ക്ഷമിക്കട പൊന്നേ. മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പിച്ചും പേയും പറയണത്? മാപ്പ് തരാനോ? ആരാണ് ഈ ലക്ഷ്മി? ജാനിയെ നിങ്ങൾ നിങ്ങളുടെ മകളായി ഏറ്റെടുത്തോ? ഒരുപാട് വെള്ളം ഒഴിച്ച് തല തുവർത്തി കൊടുത്തതിന് ശേഷം അയാളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ഭവ്യ ചോദിച്ചു. അവളെ ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ എൻ്റെ ചോരയാ, ഈ ശ്രീജിത്തിൻ്റെ ചോര. എനിക്കെൻ്റേതെന്ന് പറയാനുള്ള ഒരേ ഒരു അനന്തരാവകാശി, അതാണ് എൻ്റെ ജാനിമോള്. അറിഞ്ഞില്ലടി പൊന്നേ, അച്ഛൻ അറിഞ്ഞില്ല. എൻ്റെ ജാനിമോളെ, സത്യം അച്ഛൻ അറിയാൻ വൈകിപ്പോയി മോളെ. മാപ്പ് തരൂ ജാനിമോളെ. പിന്നെയും ശ്രീജിത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കുടിച്ചപ്പോൾ മനസ്സിലെ സത്യങ്ങൾ പുറത്തു വന്നു എന്ന് ഭവ്യയ്ക്ക് മനസ്സിലായി. പക്ഷേ ജാനി അയാളുടെ മകളാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് അപ്പോഴും കഴിഞ്ഞില്ല. ഹലോ കൂട്ടുകാരെ, ഇന്നല്പം വൈകിപ്പോയി. കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കേൾക്കാൻ ശ്രമിക്കണേ, കമൻറ്റ് ചെയ്യണേ.